നമ്മൾ സിസ്റ്റം മെട്രിക്സ് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് കണ്ടുപിടിക്കുക. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം മെട്രിക്സിന്റെ ഇക്വേഷൻ, മെട്രിക്സ് ഇക്വേഷൻ വരിക. സോ അതിൽ ലാസ്റ്റ് രണ്ട് റൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരണം. സോ ഈ ലാസ്റ്റ് രണ്ട് മെട്രിക്സസ് ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1 0 മൈനസ് P2 1. ദെൻ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 1 into 1 1 എന്ന് വരും. ദെൻ പ്ലസ് ഇവിടെ ഓൾറെഡി മൈനസ് വരുന്നവരുണ്ട്, മൈനസ് ഡി P1 by mu2. ദെൻ സെക്കൻഡ് എലിമെന്റിന് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും വരും. സോ 1 into 0 0 പ്ലസ് ഡി ബൈ mu2. ദെൻ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും 0 into 1 0 വരും, മൈനസ് P1. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 into 0 0 വരും, ദെൻ 1 into 1 1 എന്ന് വരും. സോ ഇതിൽ 0 ടേംസ് നമ്മൾ മായ്ച്ചറിയാം, കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയുള്ള രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സെയിം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 into 1 minus d P1 by mu2 plus 0 into minus P1, that is 0. Then second term വരുന്നതായിരിക്കും 1 into d by mu2 plus 0 into 1 0 വരും. Then third element minus P2 multiplied by 1 minus dP1 by mu2 plus 1 into minus P1. So minus P1 എന്ന് വരും. Then last element dP2 minus dP2 mu2 plus 1 എന്ന് വരും. സോ ഇതൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടേം 1 മൈനസ് dP1 by mu2, സെക്കൻഡ് ടേം d by mu2, ആൻഡ് തേർഡ് ടേമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് P2 പ്ലസ് dP1 P2 ഡിവൈഡഡ് ബൈ mu2 മൈനസ് P1 എന്ന് വരും. സോ ഈ ടേമിൽ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മൈനസ് പുറത്തേക്ക് എടുക്കാം. So minus of P1 plus P2 minus dP1 P2 divided by mu2 എന്ന് എഴുതാം. Then last element 1 minus dP2 by mu2 എന്ന് വരും. സോ ഇതായിരിക്കും നമ്മുടെ സിസ്റ്റം മെട്രിക്സ് വരുന്നുണ്ടായിരിക്കും. നമ്മുടെ സിസ്റ്റം മെട്രിക്സിന്റെ ഇക്വേഷൻ ആണിത്. ആൻഡ് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഡി P1 P2 mu2 മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ഇതിൽ ഡി എന്ന് പറയുന്നത് ദി ട്രാൻസ്ലേഷൻ സംഭവിച്ച ഈ ലൈറ്റ് റേ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡി എന്ന് എടുത്തിരിക്കുന്നത്. ദെൻ P1 P2 are the respective refracting powers of first refracting surface and second refracting surface, and mu2 is the refractive index of the optical system. So the note ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. So our next topic is position of the image plane. So ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ളത് ട്രാൻസ്ലേഷൻ മെട്രിക്സ്, റിഫ്രാക്ഷൻ മെട്രിക്സ്, ദെൻ സിസ്റ്റം മെട്രിക്സ് ആണ് ലാസ്റ്റ് കഴിഞ്ഞത്. സോ സിസ്റ്റം മെട്രിക്സ് വഴി നമ്മൾ രണ്ട് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേഷൻ. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക് ഒരു ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ദെൻ ലെൻസിൻ്റെ ഉള്ളിലായിട്ട് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ട്രാൻസ്ലേഷൻ. ദെൻ എന്ത് ചെയ്യും, സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് വഴി ഔട്ട് സൈഡ് വരും. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇമേജ് പ്ലെയിൻ്റെ പൊസിഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ സിസ്റ്റം മെട്രിക്സും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇതാണ്, ദെൻ ലെൻസ്, ദെൻ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഇവിടെയാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്നാണ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാം. സോ ഈ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യും. സോ ഇവിടെ ഒരു പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് പ്ലെയിൻ. ഈ പ്ലെയിനിന് സിമെട്രിക് ആണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇതിലുള്ള ഒബ്ജക്റ്റ് നമുക്ക് ഏതിൻ്റെയാണ് ഇമേജ് വരേണ്ടത്, അതിൻ്റെ ഒബ്ജക്റ്റ്
OO dash എന്ന് എടുക്കാം. OO dash. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? ഒരു റേ വന്നിട്ട് ഈ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ ഒരു പോയിന്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. സോ ഒരു ലൈറ്റ് റേ O dash എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ A എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യാണ്. സോ ഇതാണ് ഇൻസിഡൻറ്റ് വേവ്. ഇൻസിഡൻറ്റ് റേ. സോ ഈ ഇൻസിഡൻറ്റ് റേ വന്ന് ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നവരെ, അതായത് O dash A എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും? ഈ ലൈറ്റ് ഷേക്ക് ഒരു ട്രാൻസ്ലേഷൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ? സോ ഈ ഭാഗത്തൊരു ട്രാൻസ്ലേഷൻ സംഭവിക്കും. എന്നാൽ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ദെൻ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലായിട്ടൊരു ട്രാൻസ്ലേഷൻ. ദെൻ ഈ ഒരു പൊസിഷൻ, ഈ പൊസിഷൻ B എന്നെടുക്കുക. അതായത് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ ഒരു പൊസിഷനാണ് B. ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ദെൻ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷമുള്ള റേ ഇങ്ങനെ എനിക്ക് പാസ് ചെയ്തിരിക്കുക. സോ I dash എന്ന് കൺസിഡർ ചെയ്യുക. സോ BI dash എന്നുള്ളത് ഒരു എമർജന്റ് റേ ആണെന്ന് കൺസിഡർ ചെയ്യുക. എമർജന്റ് റേ, ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്തിട്ടുള്ള എമർജന്റ് റേ. ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ഈ I dash എന്നുള്ളതാണ് ഇമേജ്. സോ ഇങ്ങനെ ഒരു ഫിഗറിൽ ഇപ്പൊ ഈ ഫസ്റ്റ് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെയും ഒരു ട്രാൻസ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. ട്രാൻസ്ലേഷൻ ഇതില് ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് D1. സോ നമുക്കറിയാം ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ അവിടെയാണ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ന്യൂ കാർട്ടീഷ്യൻ സിസ്റ്റം എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഇതൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഇസ് സിമിലർ ടു U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ആൻഡ് ഇതെന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നതായിരിക്കുക. ദെൻ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇമേജ് D2 ഡിസ്റ്റൻസിലാണെന്ന് കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് ഇസ് analogous to the image distance B and it is taken as positive. New Cartesian system പ്രകാരം D1 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ, D2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഈ ഒരു ഫിഗറിന്, ഈ ഒരു ഫുൾ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. സോ ഇവിടെ ഈ ഒരു O dash എന്ന് പറയുന്ന ഒരു ഈ ഇൻസിഡന്റ് ഏരിയയിലെ ഈ പോയിന്റിലുള്ള കോർഡിനേറ്റ്സ് x1 λ1 എന്ന് എടുക്കാം. A എന്ന് പറയുന്ന പോയിന്റിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് x1 dash λ1 dash എന്ന് എടുക്കുക. ദെൻ B എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് x2 dash λ2 dash. ദെൻ ഐയിലെത്തുമ്പോൾ x2 λ2. ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു O dash A എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ട്രാൻസ്ലേഷൻ, ദെൻ റിഫ്രാക്ഷൻ, ട്രാൻസ്ലേഷൻ, റിഫ്രാക്ഷൻ, ട്രാൻസ്ലേഷൻ, അങ്ങനെയാണ് വരുന്നത്. സോ ഇതിൽ ട്രാൻസ്ലേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് x1 dash λ1 dash is equal to നമുക്ക് എന്ത് വേണം? ഒരു മെട്രിക്സ് ഇക്വേഷൻ വേണം. സോ x1 dash λ1 dash is equal to ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സ്. കാരണം അവിടെ നടക്കുന്നത് എന്താണ്? ഒരു ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ x1 λ1. ദെൻ ഇവിടെ നടക്കുന്ന ഒരു റിഫ്രാക്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഒരു സിസ്റ്റം മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നതായിരിക്കും, മെട്രിക്സ് ഇക്വേഷൻ വരുന്നതായിരിക്കാം x2 dash λ2 dash is equal to a system matrix x1 dash λ1 dash എന്നായിരിക്കും. ഇനി തേർഡ് വണ്, ഇതിനുശേഷം തേർഡ് വൺ വരുന്നുണ്ടായിരിക്കും എന്താണ്? ഒരു ട്രാൻസ്ലേഷൻ തന്നെയാണ്. ദാറ്റ് ഇസ് x2 λ2 is equal to second translation matrix multiplied by x2 dash λ2 dash. സോ നമുക്ക് ഫസ്റ്റ് ഈ മെട്രിക്സ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ദീസ് ആർ ദി മെട്രിക്സ് ഇക്വേഷൻ. ഇത് ഫസ്റ്റത്തെ ഇക്വേഷൻ, ദെൻ സെക്കൻഡ് വൺ ആൻഡ് ദിസ് ഇസ് തേർഡ് വൺ. സോ ഇതിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമുക്കറിയാം T is equal to 1 D by μ2 0 1. ഇതാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. പക്ഷെ ഇവിടെ നടക്കുന്ന ട്രാൻസ്ലേഷൻ ഏത്? ഇതാണ് ഇപ്പോൾ ഒപ്റ്റിക്കൽ സിസ്റ്റം എന്നുണ്ടെങ്കിൽ
ഇതാണ് ലെങ്സ്. ഇതാണ് നമ്മൾ ഒപ്റ്റിക്കൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിന്റെ തിക്നെസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്ത് μ2 ആയിട്ട് കൺസിഡർ ചെയ്ത്. സോ ട്രാൻസ്ലേഷനിൽ നമുക്ക് μ2 എന്ന് നമ്മൾ എടുക്കേണ്ടി വന്നു. പക്ഷെ ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഭാഗം എന്താണ്? എയർ ആണ്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് ഈക്വൽ ടു 1. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഇവിടെ μ2 പകരം മ്യൂ എയർ കൺസിഡർ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇക്വേഷൻ എങ്ങനെ വരും? 1d divided by 1 എന്ന് പറയുമ്പോൾ d തന്നെ 0 1. ഇനി ഈ d എന്ന് പറയുന്നത് the distance traveled by the light ray between the two refracting surface. സോ ഇവിടുത്തെ ട്രാൻസ്ലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ d എന്ന് കൺസിഡർ ചെയ്ത്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ട്രാൻസ്ലേഷൻ ആണ്. സോ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? d1 എന്നാണ്. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പ്രകാരം എന്താണ്? -d1 ആണ്. സോ ഫസ്റ്റത്തെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് t1 ഈസ് ഈക്വൽ ടു 1 -d1 0 1 എന്ന് വരും. ഇനി സെക്കൻഡ് വൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 d എന്താണ് അവിടെ കൺസിഡർ ചെയ്ത്? ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ്, ഇവിടെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സോ ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് d2 ആണ് കൺസിഡർ ചെയ്തത്. d2 ഡിവൈഡഡ് ബൈ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയത് കാരണം കൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 1 എന്നുള്ളത് d2 എന്ന് തന്നെ എഴുതുകയാണ്. 0 1. ഇതായിരിക്കും സെക്കൻഡത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സെക്കൻഡത്തെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം മെട്രിക്സ് നമ്മൾ ഗോസസ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ളതാണ് c -d -a b. സോ ഈ മെട്രിക്സസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ മാറും. ഇതൊക്കെയാണ് നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ. ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരിക. സോ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം? x2 λ2' സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ x2' λ2' പകരം c -d -a b ഇൻറ്റു x1' λ1' എന്ന് വരും. Then x1' λ1' ഇക്വേഷന് ഈ ഫസ്റ്റ് മെട്രിക്സ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ വിൽ ചേഞ്ച് ഇൻറ്റു 1 -d1 0 1 മൾട്ടിപ്ലൈഡ് ബൈ x1 λ1 ആയിരിക്കും. സോ ഇതാണ് മൊത്തം നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ വരുന്നതായിരിക്കും. മൊത്തം ഇവിടെ നടന്നിട്ടുള്ള ലൈറ്റിന് പറ്റിയ എല്ലാ ചേഞ്ചസും ഈ ഒരു ഇക്വേഷനിലായിരിക്കും എൻകംപാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഈ ഒരു മൊത്തം മെട്രിക്സിനെ എന്ത് ചെയ്യണം? നമ്മളൊന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒറ്റ മെട്രിക്സ് ആയിട്ട് മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം c then -d into 0 എന്ന് വരും. That is 0. Then second first column first row in second column. So -c d1 then -d എന്ന് വരും. Then second column then second row in first column. So -a b into 0 0 ആണ്. So -a എന്ന് മാത്രമേ വരും. Then second row in second column. So -a into -d1 is a d1 plus b എന്ന് വരും. x1 λ1. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 into c എന്ന് വരും. That is c plus -a d2. Then second element വരുന്നുണ്ടായിരിക്കും ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും. സോ -c d1 -d plus a d1 d2 plus b d2 എന്ന് വരും. Then third element first second row first column. So 0 into c is 0. Then 1 into -a is -a. The last element is second row second column. So 0 into
മൈനസ് സി d1 മൈനസ് d എന്ന് പറയുന്നത് 0 ആയി പോകും. ദെൻ 1 ഇൻറ്റു എ d1 പ്ലസ് ബി എന്ന് കിട്ടും, മൾട്ടിപ്ലൈഡ് ബൈ x1 λ1. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക, ഫൈനൽ ചെയ്തിട്ടുള്ള മെട്രിക്സ് ഇക്വേഷൻ.